സാറേ എന്തോ ഞാനൊരു ഒരു 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 കാര്യം നടപ്പാക്കാൻ വേണ്ടി വന്നേക്കണേ. ഇപ്പൊ നടപ്പാക്കൂ? അത് സീരിയസ് ആയുള്ള ഒരു മാറ്ററാണ്. അല്ല, നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും നടപ്പാക്കാതെ ഇതുവരെ പോയിട്ടില്ലല്ലോ. ഇല്ല, എന്നാലും എനിക്ക് അതിനിടയിൽ നിങ്ങൾ സീരിയസ് ആയ മാറ്റർ ആണെന്ന് പറഞ്ഞാൽ മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. ഇത്തിരി സീരിയസ് പിടിച്ചൊരു മാറ്ററാണ്. ഞാൻ അതുകൊണ്ടാണ് വേറെ വിഷമത്തോടെ ആണിത്. എനിക്ക് ഇപ്പൊ ഈ ഇരിക്കുന്ന നമ്മുടെ പിള്ളേരെ കൊണ്ട് സ്റ്റാൻഡപ്പ് ചെയ്യണ ഈ പിള്ളേരെ കൊണ്ട് ചെറിയൊരു പ്രതിജ്ഞ എടുപ്പിക്കണം. എനിക്ക് ഈ കുട്ടികളെ കൊണ്ടോ? അതല്ല, അത് നല്ലൊരു കാര്യത്തിന് വേണ്ടി പ്രതിജ്ഞയാണെങ്കിൽ പിള്ളേർ എടുക്കും. അത് അല്ലേ, നിങ്ങൾ റെഡിയല്ലേ പ്രതിജ്ഞ എടുക്കാനായിട്ട്? എല്ലാവരും എഴുന്നേറ്റ് നിങ്ങൾ എല്ലാവരും കൈ നീട്ടി പിടിക്കും. ഫൺസ് അപ്പോൺ എ ടൈമിൽ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ഞങ്ങൾ ആരും തന്നെ ഇനി മേലിൽ മദ്യപിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. എന്തിന് ഇവിടെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ വന്ന ഞങ്ങള് കള്ള് കുടിക്കൂല എന്ന് എന്തിനാ ചേട്ടാ പ്രതിജ്ഞ ചെയ്യണ? എന്തിനാ ചേട്ടൻ എന്താ ഇടപെടാത്ത? അല്ല, എനിക്ക് അറിയില്ലായിരുന്നു പുള്ളി എന്താ ചോദിക്കാൻ വരുന്നത്. അതെന്താ കേശവ മാമ, നമ്മുടെ ഇത്രയും ഇതായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ട് കള്ളു കുടിക്കൂല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്ക് ഇപ്പൊ ദേഷ്യം വന്നിട്ടില്ലേ? അപ്പൊ നീ കള്ളു കുടിക്കൂലടാ? ഞാൻ കള്ളു കുടിക്കൂല. കള്ളു കുടിക്കാതെ ഞാൻ എന്തിനു കള്ളു കുടിക്കൂല എന്ന് പ്രതിജ്ഞ ചെയ്യണം? എടാ, നിന്റെ നാക്ക് കൊടയണപ്പോ എനിക്ക് മനസ്സിലായി കേട്ടാ, നീ കുടിക്കൂല എന്നുള്ളത്. അവൻ ചോദിച്ചതിനകത്തൊരു കാര്യമില്ല കേട്ടോ. ഇതിപ്പോ നമ്മളിവിടെ സമയം കളഞ്ഞിട്ട് ഇങ്ങനത്തെ പ്രതിജ്ഞയൊക്കെ ചെയ്യേണ്ട സ്ഥലമാണോ ഇത്? സംഭവം എന്താണെന്നറിയോ? എന്റെ ഒരു കൂട്ടുകാരനുണ്ട് പുഷ്പൻ. പുഷ്പന്റെ മോൻ രഘു ഇതുപോലെ തന്നെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തിരുന്നവനാണ്. അവനിപ്പോ വെള്ളം അടിച്ചിട്ട് അവന്റെ ലിവർ മൊത്തം പോയിട്ട് ഹോസ്പിറ്റലാണ് ഇപ്പൊ. ഭയങ്കര സീരിയസ് ആയി കിടക്കണേ. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഈ പിള്ളേരൊക്കെ നന്നാക്കാൻ നോക്കണത്. അവന് സംഭവിച്ചെന്താ നിങ്ങൾക്കറിയണോ? മോക്കറിയണോ? ഇനി ഇവര് മൂന്നുപേരും പറഞ്ഞ സ്ഥിതിക്ക് അയ്യോ, ലാഗടിപ്പിക്കല്ലേ, ഞാൻ ഒന്ന് പാടിക്കോട്ടെ. പുഷ്പൻ ചേട്ടന്റെ മോന രാവിലെ രണ്ടു ചെറുതേലും വേണം. ഇതു പതിവായി തുടരുന്ന ശീലം മാറ്റിടാൻ വീട്ടുകാരേറെ നോക്കി. ആശുപത്രി കൊണ്ടാക്കി ധ്യാനത്തിൽ പോയി നോക്കി. അവരെല്ലാം കുടിയന്മാരാക്കി മാറ്റി. രഘുവിന്റെ ലിവറും മാറ്റി. രഘു പുഷ്പൻ ചേട്ടന്റെ മോന രാവിലെ രണ്ടു ചെറുതേലും വേണം. ഇതു പതിവായി തുടരുന്ന ശീലം മാറ്റിടാൻ വീട്ടുകാരേറെ നോക്കി. ആശുപത്രി കൊണ്ടാക്കി ധ്യാനത്തിൽ പോയി നോക്കി. അവരെല്ലാം കുടിയന്മാരാക്കി മാറ്റി. രഘുവിന്റെ ലിവറും മാറ്റി.